റഷ്യ വിറപ്പിച്ച അതിശക്തമായ ഭൂചലനം അനുഭവപ്പെട്ട് കംചട്ക ഉപദ്വീപിൽ 8.8 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനത്തെ തുടർന്ന് റഷ്യൻ തീരങ്ങളിൽ വൻ സുനാമി തിരകൾ ആഞ്ഞടിച്ചു. നിലവിൽ ആളപായം റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അമേരിക്കയിലും ജപ്പാനിലും സുനാമി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് വിവരങ്ങളുമായി ഉമൈബാൻ ഇബ്രാഹിമാണ് നമുക്കൊപ്പം ചേരുന്നത്. ഉമൈബാൻ, ഇപ്പോൾ വരുന്ന പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് എന്താണ്? ആളപായവുമായി ബന്ധപ്പെട്ട ആദ്യഘട്ടങ്ങളിൽ വിവരങ്ങൾ ഒന്നും ഉണ്ടായിരുന്നില്ല. അപകടകരമായ സാഹചര്യമുണ്ടോ ഈ തീരങ്ങളിൽ? രതീഷ്, അപകടകരമായിട്ടുള്ള സാഹചര്യം തന്നെയാണ് നിലവിലുള്ളതെന്നാണ് വരുന്ന റിപ്പോർട്ടുകളിൽ നിന്ന് വ്യക്തമാകുന്ന കാര്യം. ആളപായം റിപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ പോലും വലിയ ഭൂകമ്പമാണ്, അക്ഷരാർത്ഥത്തിൽ റഷ്യ പിടിച്ചുകുലുക്കിയ ഭൂകമ്പമാണ് ഉണ്ടായിരിക്കുന്നത്. റിക്ടർ സ്കെയിലിൽ 8.8 തീവ്രതയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതുമാത്രമല്ല, ഈ ഭൂകമ്പത്തെ തുടർന്നുണ്ടായ വലിയ ഈ തീരപ്രദേശങ്ങളിൽ ആഞ്ഞടിക്കുന്ന സുനാമി തിരകളാണ് അതിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. 3 മുതൽ 4 മീറ്റർ വരെ ഉയരത്തിലാണ് ഈ സുനാമി തിരകൾ വീശിയടിച്ചിരിക്കുന്നത്. ജനങ്ങൾക്ക് ഒഴിഞ്ഞു പോകാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നിരവധി പേരോട് അവിടെ നിന്ന് ഒഴിഞ്ഞു മാറാനുള്ള നിർദ്ദേശം നൽകിയതിന് പുറമെ കൃത്യമായിട്ടുള്ള മുന്നൊരുക്കങ്ങൾ അവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിഞ്ഞിരിക്കുന്ന വിവരം. പക്ഷേ നിരവധി പേർക്ക് പരിക്കേറ്റതായിട്ടുള്ള ചില വിവരങ്ങൾ ലഭിക്കുന്നുണ്ട് രതീഷ്. ഈ ആളപായം ഇല്ല എന്ന് പറയുമ്പോഴും ഈ പരിക്കേറ്റവരുടെ നില ഏതവസ്ഥയിലാണ് എന്നുള്ളത് അറിഞ്ഞിട്ടില്ല. ഇതിൽ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ റഷ്യയിലുണ്ടായ ഈ സുനാമി തിരകൾ അത് ജപ്പാനിലും അമേരിക്കയിലും അതിന്റെ ഈ സുനാമി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ജപ്പാനിൽ പല മേഖലകളിലും ഈ സുനാമി തിരകൾ വീശിയടിച്ചതായിട്ടുള്ള ചില വിവരങ്ങളും അതുമായി ബന്ധപ്പെട്ടുള്ള ദൃശ്യങ്ങളും ഒക്കെ പുറത്തു വരുന്നുണ്ട്. അമേരിക്കയിലാണെങ്കിൽ അലാസ്കയിലും ഹവായിലും ഒക്കെ ഈ രീതിയിൽ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെ ഈ സോഷ്യൽ മീഡിയയിലൂടെ ഈ വിവരം പങ്കുവയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. ജപ്പാനിലാണെങ്കിൽ ഫുകുഷിമ ആണവ നിലയത്തിൽ നിന്ന് ആളുകളെ ഒഴിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ വലിയ തോതിലുള്ള ഒരു ജാഗ്രതയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നിലവിൽ വരുന്ന റിപ്പോർട്ടുകൾ നൽകുന്ന സൂചന. റഷ്യയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ജപ്പാനിലേക്ക് ഹവായിലേക്ക് വരികയാണെങ്കിൽ അവിടെ തുറമുഖങ്ങളിൽ നിന്ന് കപ്പലുകൾ, പ്രത്യേകിച്ചും വാണിജ്യ കപ്പലുകളോട് ഒഴിഞ്ഞു പോകാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ജനങ്ങളോട് ഈ തരത്തിൽ മുന്നറിയിപ്പുകൾ അതുപോലെ തന്നെ പാലിക്കണം എന്നുള്ള നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. പ്രത്യേകിച്ചും ഈ സാൻ ഫ്രാൻസിസ്കോയിലെ ഇന്ത്യൻ കോൺസുലേറ്റ്, അവിടെയുള്ള ഇന്ത്യക്കാർക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അമേരിക്കൻ അധികൃതർ നൽകുന്ന മുന്നറിയിപ്പുകൾ സ്വീകരിക്കണം, ഈ ഉയർന്ന മേഖലകളിലേക്ക് പോകണം, തീരദേശങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കണം എന്നുള്ള രീതിയിൽ വലിയ മുൻകരുതലുകളും ജാഗ്രതാ നിർദ്ദേശവും ഇപ്പോൾ പുറപ്പെടുവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന വിവരം. ശരി, ഏറ്റവും അപകടകരമായ സാഹചര്യം അത് റഷ്യയിലാണ്. അവിടെ സെവേറോ കുറിൽസ് മേഖലയിൽ സുനാമി തിരകൾ ആഞ്ഞടിച്ചു. അത്തരം ദൃശ്യങ്ങൾ പുറത്തു വരുന്നുണ്ട്. അതിനൊപ്പം തന്നെ അമേരിക്കയിലും ജപ്പാനിലും സുനാമി മുന്നറിയിപ്പും നിലനിൽക്കുകയാണ്. വലിയ ജാഗ്രതയിലൂടെ റഷ്യ കടന്നു പോകുന്നു. ജപ്പാനിലും അമേരിക്കയിലും ജാഗ്രതാ മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഉമൈബാൻ ഇബ്രാഹിമാണ് ആ വിവരങ്ങൾ നൽകിയത്.